ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മൾ ക്വാർട്ടർലി എക്സാമിനേഷന് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചാപ്റ്ററുകളൊക്കെ നമ്മൾ ഇന്ന് ലൈവിൽ വിശദീകരിച്ചിരുന്നു. പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. നോക്കൂ മക്കളെ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റും സെക്കൻഡ് ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അതിപ്പോൾ മൂന്നാമത്തെ പേജ് നിങ്ങൾ കണ്ടു. നമ്മൾ ക്വസ്റ്റ്യനെ നമുക്ക് നോക്ക്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് ടൈം 2.5 മണിക്കൂറാണ്. നമുക്ക് മൊത്തം സമയം വരുന്നത് 2.5 മണിക്കൂറാണ്. സ്കോർ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. നിർദ്ദേശം ഇങ്ങനെയാണ്: സഭീ പ്രശ്നങ്ങൾക്ക് ഉത്തരലിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ദിയാ ജായേഗ. 15 മിനിറ്റ് നിങ്ങൾ കൂൾ ഓഫ് ടൈം ആണ്. ഈ പ്രശ്നപത്ര വാചൻ കർണേ, ഇത് ചോദ്യങ്ങൾ വായിക്കാനും തഥാ ഉത്തർ ലിഖിനേക്ക് പൂർവ്വ തയ്യാറിക്കലിയോ, അതുപോലെ ഉത്തരം എഴുതാനുള്ള മുൻ തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. ഈ സമയം पर कुछ भी न लिखे, ആ സമയത്ത് ഒന്നും എഴുതാൻ പാടില്ല. ഉത്തരം എഴുതുന്നതിന് മുമ്പ് മാനസികമായി ഒന്ന് പ്രിപ്പയർ ആയി മാറുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, എന്നൊരു ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. ആദ്യം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 1 से 5 तक के प्रश्नों की सही उत्तर कोष्टक से चुनकर लिखिए. 1 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം ബ്രാക്കറ്റ് തിരഞ്ഞെടുത്ത് എഴുതാൻ. ചോദ്യം ഒന്നാമത്തത് ഇങ്ങനെയാണ്: അരേ ആഗേ ഹേ ബൂലി സേ. ഹായ് വന്നു കഴിഞ്ഞല്ലോ വഴി തെറ്റിക്കൊണ്ട്. കോൻ, ആരാണ് വന്നത് എന്നാണ് ചോദ്യം. ഇവിടെ കവിയുണ്ട്, മധുറുദുണ്ട്, മലയാളിനുണ്ട്. നിങ്ങൾക്കറിയാം ഉത്തരം സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നത് ആരാണ്? മധുറുദു ആണ്. മധുറുദു ആവുന്ന കാമുകിയാണ് പ്രകൃതിയാകുന്ന കവിയിലേക്ക് വഴിതെറ്റി വന്നത്. അടുത്ത ചോദ്യം മക്കളെ ഇതാണ്. രണ്ടാമത്തെ ചോദ്യം: അസ്ലം കി മൃത്യു കഹാം പർ ഹുയി. റിക്ഷക്കാരനായ അസ്ലമിന്റെ മരണം ഹോസ്പിറ്റലിൽ വെച്ചാണോ, വീട്ടിൽ വെച്ചാണോ, വഴിയിൽ വെച്ചാണോ, എവിടെ വെച്ചാണോ സംഭവിച്ചെന്ന് വെച്ചാൽ ഗർമേ, ആസ്പത്താൽമേ, രാസ്തമേ. വീട്ടിൽ വെച്ച്, വഴി, ഹോസ്പിറ്റലിൽ വെച്ച്, വഴിയിൽ വെച്ച് എന്നാ. ഉത്തരം എവിടെയാ? വഴിയിൽ വെച്ച്. ബാബുജിയെ ഓഫീസിൽ ഇറക്കി തിരിച്ചു വരുമ്പോഴാണ് സംഭവിച്ചത്. അപ്പൊ ഉത്തരം നമ്മൾ എഴുതേണ്ടത് രാസ്തേമേം എന്നുള്ളതാണ് ഉത്തരം, ശരിയായ ഉത്തരം. ഓക്കെ മക്കളെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മൂന്നാമത്തെ ചോദ്യം ജുലൂസ് കഹാനി കെ രചയിതാ കോൻ ഹേ. ജുലൂസ്, അത് വളരെ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ജുലൂസ് എന്ന കഹാനിക്ക്, കഥയുടെ രചയിതാ കോൻ ഹേ. രചയിതാവ് ആരാണെന്നാണ്. ജുലൂസ് എന്ന കഥയാണ് ചോദിച്ചത്. എന്നാൽ ജുലൂസ് എന്ന നാട്യരൂപാന്തരമാണ് ചിത്രാമുദ്ഗൽ എഴുതിയത്. ജുലൂസ് എന്നുള്ളത് നാട്യരൂപാന്തരമാണ്, അതാണ് ചിത്രാമുദ്ഗൽ എഴുതിയത്. എന്നാൽ ഇതിന് മൂലകൃതി, അതായത് മൂലരചന ആരാണ്? കഥയായിട്ട് എഴുതിയത് ആരാണ്? പ്രേംചന്ദ് ആണ്. അപ്പൊ ചോദ്യം മറന്നുപോയത് ജുലൂസ് കഹാനിക്ക് രചയിത കോൻ ഹേ. ഉത്തരം നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: പ്രേംചന്ദ് ആണ് എഴുതേണ്ടത്. അല്ലാണ്ട് ചിത്രാമുദ്ഗൽ അതിനെ നാട്യരൂപാന്തരം ചെയ്തതാണ്, കബീർദാസും അല്ല. അടുത്ത ചോദ്യം മക്കളെ, നാലാമത്തെ ചോദ്യം: സൂചന അധികാർ പത്രമേ കിത്തനെ രൂപയേക്കാ സ്റ്റാമ്പ് ലഗാത്തെ. സൂചന അധികാര പത്രം, വിവരാവകാശ കത്തായി നമ്മളൊരു ഓഫീസിൽ നമ്മൾ വെള്ള പേപ്പറിൽ പരാതി എഴുതി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ അതിൽ എത്ര രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണമെന്നാണ് ചോദ്യം. 5 രൂപയ്ക്ക, 20 രൂപയ്ക്ക, 10 രൂപയ്ക്ക. എത്ര രൂപയാണ്? 10 രൂപയുടെ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ വിവരാവകാശ പ്രകാരം നമ്മൾ കാര്യം അറിയണമെങ്കിൽ നമ്മൾ സർക്കാർ ഓഫീസുകളിൽ കൊടുക്കേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാ മക്കളെ വരുന്നത്: ഇൻമേം ചപ്പൽ ബേച്ചനെ വാലെ കോൻ ഹേ. താഴെ കൊടുത്തതിൽ 3 കച്ചവടക്കാരിൽ ചെരുപ്പ് വിൽക്കുന്നവൻ ആരാണ്? മൈക്കുണ്ട്, ദീൻദയാൽ ഉണ്ട്, ശംഭുനാഥ് ഉണ്ട്. നിങ്ങൾക്കറിയാം അത് മൈക്കു ആണ് സ്വാഭാവികമായിട്ടും. അപ്പൊ മൈക്കു എന്നുള്ളതാണ് ഉത്തരം, ശരി. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലെ അടുത്ത ഭാഗം എങ്ങനെയാണ്? ഇതാണ് കവിതയുടെ ഭാഗം എന്നാണ്. നിമ്നലിഖിത കവിതാംശ പഠിക്കർ ചേ 8 तक के प्रश्न उत्तर लिखिए. अरे आ गई भूली से ये मधुरदू 2 दिन को, छोटी सी कुड़िया में रच दूं नई व्यदा सादिन को, वसुधा नीचे ऊपर नभ हो, नीड अलग सबसे हो, ചാട്ട്കണ്ട് കെ ചിർ പതിച്ചടുമേ ബാഗോ സൂക്കെ തിൻകെ. മധുരദു എന്ന കവിതയിലെ വരികളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 8 വരികളാണ് കൊടുത്തത്. എന്നിട്ട് ചോദ്യം ഇങ്ങനെയാണ്. ഒന്നാമത്തെ ചോദ്യം മീൻസ് തുടർച്ചയായി നമ്പർ വരുമ്പോൾ 6ാമത്തെ ചോദ്യം: ഭൂമി കാ സമാനാർത്ഥ ശബ്ദ് ഏതാണ്? ഭൂമി എന്നതിന് അർത്ഥം കിട്ടാൻ വേണ്ടി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? കുടിയ എന്നാണോ, വ്യത എന്നാണോ, വസുധ എന്നാണോ? വസുധ ആണ്. ധരാ, ധർത്തി, പൃഥ്വി, ജമീൻ, വസുധ, ഇതൊക്കെയാണ് നമ്മൾ ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം മക്കളെ 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇങ്ങനെയാണ് ആ ചോദ്യം: കവി നൈ വ്യതാ സാധിൻ കേലി. കവി നൈ പുതിയ വ്യതാ സാധിൻ കേലി, വഴിതെറ്റി വന്ന കൂട്ടുകാരിക്ക് വേണ്ടി ക്യാ ബനാ ദേത്തി ഹേ, എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതാണ് ചോദ്യം. ഉത്തരം: നൈ വ്യതാ സാധിൻ കേലി, പുതിയ വ്യതാ സാധിന് വേണ്ടിയിട്ട്, അതായത് വസന്തകാലത്തിന് ആകുന്ന കാമുക്ക് വേണ്ടി. കവി വസുധ और നബ് കെ ബീച്ച് में, വസുധ ഭൂമിയുടെ നബ് കെ ആകാശത്തിന്റെ ബീച്ചും ഇടയിൽ, ഏക്ക് ചോട്ടി സി ഒരു കൊച്ചു
നീഡ് ബനാ ദേന ചാത്തി, ഒരു പുതിയ കുടിൽ, ഒരു കൊച്ചു കുടിൽ ഉണ്ടാക്കാൻ വേണ്ടി ആണ് കവി ആഗ്രഹിക്കുന്നത്. മണ്ണിലുമല്ല ആകാശത്തിലുമല്ലാത്തൊരു പ്രത്യേക ഒരു ലോകത്തിലാണ് കാമുകിക്ക് കുടിൽ പണിയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം കവിതാക്കി ആസ്വാദന ടിപ്പണി ലിഖേ എന്നാണ് നമുക്ക് അടുത്ത 8ാമത്തായിട്ട് വരുന്ന ചോദ്യം. കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ്. സുപ്രസിദ്ധ ഹിന്ദി സാഹിത്യകാർ ജയശങ്കർ പ്രസാദ് की कविता है मधुरदू, ये एक सुंदर कविता है, ഇതൊരു സുന്ദരമായ കവിതയാണ്. മധുരദു ഛായാവാദി കവിത ഹെ, ഇതൊരു ഛായാവാദി കവിതയാണ്. കവിതാമേ വസന്ത ഋതു കാ സുന്ദർ വർണ്ണന ഹുവാ ഹെ, കവിതയിൽ വസന്തകാലത്തിന്റെ മനോഹരമായ വർണ്ണനയാണ് ആസ്പദമാക്കിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വസന്ത ഋതു ആകെയാഹെ, വസന്തകാലം വന്നിരിക്കുന്നു. ഭൂലിസി, അതും വഴിതെറ്റിയിട്ടാണ് വന്നത്. കവി ഉസേ ഏക് വ്യഥാ സാദിൻ കെ സമാൻ ദിഖ്തേ, കവി അതിനെ ഒരു വഴിതെറ്റി വന്ന കൂട്ടുകാരിയെ പോലെ കണക്കാക്കുന്നു. കവി അപ്പനെ മന്മേ ഉസ്കേലി, അതുകൊണ്ട് കവിയുടെ മനസ്സിൽ ഉസ്കേലി അവൾക്ക് വേണ്ടി ചോട്ടീസി കുടിയ ബനാദേത്തെ, ഒരു കൊച്ചു കുടിൽ പണിയുന്നു. കവി കാത്തെ, കവി പറയുന്നു കി പ്രേമി രഹതാ ഹേ, കാമുകി വസിക്കുന്നത് ഭൂമി ഓർ ആകാശ് കെ ബീച്ച്, ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ലാത്തൊരു സ്ഥലത്താണ് കാമുകി നിൽക്കുന്നത്. പ്രേം വിഹീൻ ലോക് യഹാം പർ നഹി രഹത്തെ, ഈ പ്രദേശത്തേക്ക് പ്രേമം എന്നുള്ളത് എന്താണെന്നറിയാത്ത ആളുകൾ ഇങ്ങോട്ട് അടുക്കുക പോലും പാടില്ല. കവി ക പ്രേം വസന്ത ഋതുരൂപി പ്രേമിക സെ ഹുവായ്, കവിയുടെ പ്രണയം വസന്ത രൂപത്തിലുള്ള കാമുകിയോടാണ്, വസന്തകാലത്തോടാണ്. കവി ഒരു പ്രകൃതിയായി മാറുകയാണ് ഇവിടെ, എന്നിട്ട് വസന്തകാലത്തെ കാമുകിയായി കാണുകയുമാണ്. ഇസ്മേ കവി കെ ഹൃദയ പ്രേമമായി ഹോഗയാഹെ, ആ സമയത്ത് കവിയുടെ ഹൃദയം പ്രേമമായി മാറുന്നു. ഇസ് പ്രേമമായി വാതാവരൺമേ, ഈ സ്നേഹപൂർവമായ പ്രണയം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ആശാക്കെ നയ അങ്കുർ, പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ ചൂൾത്തേഹെ മുളച്ചു വരുന്നു. കൂടാതെ മലയാളിൻ ബഹക്കറാത്തകെ, മന്ദമാരുതൻ ഒഴുകി വരുന്നു വസന്തകാല സമയമാകുമ്പോൾ. ഉസ്കെ ലഹരെ സിഹർ മതെത്തിയെ, അതിന്റെ അലകൾ ഉന്മത്തമാക്കുന്നു. മാനസ് നയൻ നളിൻകോ ചുംബൻ കർക്കെ ജാത്തഹേ, മനസ്സിനാകുന്ന കണ്ണാകുന്ന നയനമാകുന്ന താമരയാകുന്ന എന്റെ മനസ്സിനെ തലോടിക്കൊണ്ട് വസന്തകാലം കടന്നു പോകുന്നു. പ്രഭാത് ലാലിമാസ്യ ബരാഹുഹാരത്തായ, പ്രഭാതം, വസന്തകാലത്തിലെ പ്രഭാതം ചുവന്ന കളർ കൊണ്ട് ചാലിച്ചാണ് വരുന്നത്. സംസാർ മേ ഹമേഷ രോഷ്നി ബീരത്തികെ, വസന്തകാലം വന്നാൽ സംസാർ മേ ലോകത്ത് ഹമേഷാഹി എപ്പോഴും പ്രകാശത്തികെ രോഷ്നിയിലെത്തികെ പ്രകാശം നിൽക്കുന്നു. ഇന്നലെ രാത്രിയിൽ നിലാവുണ്ട്, പകൽ സൂര്യനുണ്ട്. വസന്ത ഋതുമേ ചാന്ദിനി ഫൈൽ ജാത്തി, വസന്തകാലം വരുമ്പോൾ നിലാവ് ഉണ്ടാവുന്നു. ചാന്ദിനി ഫൈൽ ജാത്തി, നിലാവ് പതിക്കുന്നു. और പ്രകൃതി ഹിമക്കി ബോന്തോക്കി വർഷ ഹോത്തിയെ, പ്രകൃതിയാട്ടെ മഞ്ഞുതുള്ളികൾ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. വസന്ത ഋതുമേ പ്രേം കാ ഏകാന്ത സൃജൻ കാര്യ ഹോത്താഹേ, കാര്യ ഹോത്താഹേ, വസന്തകാല സമയത്ത് പ്രേം കാ ഏകാന്ത സൃജനത്തെ, പ്രണയത്തിന്റെ ഏകാന്തത നല്ല രീതിയിൽ നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നു. കവി നിവേദൻ കർത്തെ, ആ സമയത്ത് കവി അപേക്ഷിക്കുന്നു കി ഇസ്മേ കിസി ബാധ ഉപസ്ഥിതി നഹി കർണി ചായി, ഈ ഒരു സന്ദർഭത്തിൽ ഏകാന്തമായി പ്രണയമായിരിക്കുന്ന ആ സമയത്ത് ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരരുതേ. കവി ക ഉപദേശിക്ക് അപ്പനെ മേ ജോ കുച്ച് സുന്ദർ ഹേ, കവി ഉപദേശിക്കുന്നു എന്റെ മനസ്സിൽ എന്തെല്ലാമായിട്ടുണ്ടോ ഉസേ പ്രേമയുഗ്മോദേ, എന്റെ പ്രണയിനിയുമായി കൈമാറാൻ എന്നെ അനുവദിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാക്കില്ലേ എന്നാണ്. ഓക്കെ, എന്നിട്ട് അവസാനിപ്പിക്കുക എങ്ങനെയാണ്? മധുരധൂമയും പ്രകൃതി ചിത്രൻ, ഈ കവിതയിൽ പ്രകൃതി ചിത്രണമുണ്ട്, മാനവീകരണമുണ്ട്, സൗന്ദര്യവർണ്ണനുണ്ട്, പിന്നെയോ പ്രേമാനുഭൂതി ആദി ഛായാവാദി പ്രകൃതിയും ക സുന്ദർ സമാവേശ് ഹൈ, മുതലായ പ്രകൃതി വർണ്ണനകളെല്ലാം സമാഹരിച്ചിട്ടുണ്ട്. പദാവലി അത്യന്ത കോമൾ ഹേ, പദാവലി വളരെയധികം കോമളമായിട്ടുള്ളതാണ്. പങ്ക്തിയോ ക ആശയ ആസാനിച്ച് സമസക്തെ, വരികളുടെ അർത്ഥം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ശീർഷക് സാർത്ഥക് ഓർ സംഗത് ഹേ, ഹെഡിങ് ആട്ടെ അർത്ഥവത്തായതും അനുയോജ്യവുമായതുമാണെന്നാണ്. ഇത് നമുക്ക് ഈ ഭാഗം നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇവിടം വരെ എഴുതിയാൽ മതി കവിതയുടെ സമ്മറി ആയിട്ട് ആ കവിതയ്ക്ക് വരും. ഓക്കെ മക്കളെ, യെസ്. ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത ചോദ്യം 9 നോക്ക്. നൗസെ 11 തക്ക് പ്രശ്നവും കെ ഉത്തർ ഏക് ഏക് യാ ദോ ദോ വാക്യം ഉത്തർ ലിഖിയെ, 3x2, അതായത് നിങ്ങൾക്ക് വരുന്നത് 2 ക്വസ്റ്റ്യൻ ആൻസർ ആണ്. 9, 10, 11, അതിൽ നിങ്ങൾ 2 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അസലം കി മൃത്യു കൈസെ ഹുയി, അസലം എങ്ങനെയാണ് മരിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്. അസലം കി ദോനോം ഗുർദയും, അസലമിന്റെ 2 കിഡ്നികളും ഖറാബിദി തകരാറിലായിരുന്നു. ബാബുജിയെ ദഫ്തർ പൗഞ്ചാക്കർ, ഓഫീസിൽ ഇറക്കിയിട്ട് ലൗട്ടെ സമയം തിരിച്ചു വരുമ്പോൾ രാസ്തേ പർ ഹി അസലം കി മൃത്യു ഹുയി, വഴിയിൽ വെച്ച് അസലമിന്റെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം ഇതാണ്. 9 കഴിഞ്ഞ 10ാമത്തെ ചോദ്യം. സിഹർ ബരി കാമ്പത്തി ആവേങ്കി മലയാളൻ കി ലഹരയും കൈസി ആവേങ്കി, മലയാളൻ കി ലഹരി എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ വസന്തകാലത്ത് എങ്ങനെയാണ് വരുന്നത് എന്നാണ്. ഉത്തരം ഇങ്ങനെയാണ്.
മലയാളിൻ ബഹുക്കറാത്തെ വസന്തകാലത്തിലെ മന്ദമാരുതൻ ഒഴുകി വരുന്നു. ഉൻകി ലഹരയും സിഹർ മർദ്ദെത്തികെ അതിന്റെ അലകൾ നമ്മളെ ഉന്മത്തമാക്കുന്നു. മാനസ് നളിൻ നയൻകു ചുംബൻ കർക്കെ ജാത്തെ അത് മനസ്സാകുന്ന നളിൻ നയൻകു കണ്ണിന്റെ മനസ്സിനെയും മനസ്സിനെയും താമരപ്പൂ പോലുള്ള കണ്ണിനെയും ചുംബൻ കർക്കെ ജാത്തെ ചുംബിച്ചുകൊണ്ടാണ് വസന്തകാലത്തിലെ മന്ദമാരുതൻ കടന്നു പോകുന്നത്. കവിയുടെ മനോഹരമായ വർണ്ണനയാണ്. അടുത്ത നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇബ്രാഹിം അലി ഘായൽ കൈസെ ഹുയെ, ഇബ്രാഹിം അലി എങ്ങനെയാണ് മുറിവേറ്റത് എന്നാണ് അടുത്തത് കവിത കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നത്. ഉത്തരം ഇങ്ങനെയാണ്, ഇബ്രാഹിം അലിക്ക് നേതൃത്വമേ, ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ അംഗ്രേസോക്ക് ഖിലാഫ് ഇംഗ്ലീഷുകാർക്ക് വിരുദ്ധമായിട്ട് ജുലൂസ് ചൽത്തെ രഹ്തേ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുലൂസ് ചൽ രഹേദേ ജാഥ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബീർബൽ സിംഗ് ദാരോഗാക്കെ ഹുക്കും കെ അനുസാർ, ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ പോലീസുകാരനായ ബീർബൽ സിംഗിന്റെ ഹുക്കൂമിനനുസരിച്ച് ആജ്ഞ അനുസരിച്ച് പോലീസ് ലാത്തി ചാർജ് കിയ, പോലീസ് ഈ ജാഥയ്ക്ക് ലാത്തി ചാർജ് നടത്തി. ഇബ്രാഹിം അലിക്ക് സിർ പർ ലാട്ടി സേ മാര, ഇബ്രാഹിം അലിയുടെ തലയിൽ ലാട്ടി കൊണ്ടടിച്ചു. 6 ഗോഡെ കൊച്ചടായ, കൂടാതെ കുതിരയും കയറ്റി അദ്ദേഹത്തെ മേലെ വേ വൈസെ അങ്ങനെ വേ ഘായൽ ഹുയെ, അങ്ങനെയാണ് അദ്ദേഹത്തിന് മുറിവേറ്റത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. 12 മുതൽ 17 വരെ ചോദ്യങ്ങളാണ്. 4 മാർക്കാണ് ചോദ്യത്തിന് ഉത്തരം മാർക്ക് കിട്ടുന്നത് ചോദ്യത്തിന്. 12 से 17 तक के प्रश्नों में से किन्हीं 5 प्रश्नों में से उत्तर 4 या 5 വാക്യം ഉത്തരിയെ, 4 5 വാക്യങ്ങൾ ഉത്തരം എഴുതാൻ. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ ജുലൂസ് മേ ലോഗ് ക്യോ, ജുലൂസിൽ ലോഗോं की സംഖ്യ बढ़ती गई क्यों, ജനങ്ങളുടെ എണ്ണം പിന്നീട് ഇങ്ങനെ വർദ്ധിച്ചു വരാൻ കാരണമായത് എന്ത് എന്ന ചോദ്യം. ഉത്തരം, ബീർബൽ സിംഗ് के नेतृत्व में, ബീർബൽ സിംഗിന്റെ നേതൃത്വത്തിൽ പുലീസ് സേന സ്വരാജിയോं के जुलूस को लाठीचार्ज किया, അതായത് ബീർബൽ സിംഗിന്റെ നേതൃത്വത്തിൽ പോലീസുകാർ ബീർബൽ സിംഗിന്റെ നേതൃത്വത്തിൽ വന്ന അന്തസമര ജാഥയെ എന്ത് ചെയ്യുന്നു, അടിക്കുന്നു, ലാഠിച്ചാർജ് ചെയ്യുന്നു. ഇബ്രാഹിം അലി ഘായൽ ഹുയെ, നമ്മുടെ ഇബ്രാഹിം അലി മുറിവേറ്റു. യേ ഖബർ ഷഹർ മേ ഫൈൽ ഗയ, ഈ വാർത്ത പട്ടണത്തിൽ മുഴുവൻ എന്തായി പരന്നു. സബ് ലോഗ് ഭാഗ് കർ ആയേ, എല്ലാ ആളുകളും ഓടി വന്നു. വൈസേ ജുലൂസ് മേ, അങ്ങനെ അതിൽ ജാഥയിൽ ലോഗോं की സംഖ്യ बढ़ती गई, ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. 4-5 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം, അസ്ലം കി മൃത്യു ഹുയി, അസ്ലമിന്റെ മൃത്യു കൈസെ ഹുയി, എങ്ങനെ സംഭവിച്ചു. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു നമുക്ക് 2 മാർക്കിന്, ഇവിടെ ചോദിക്കുന്നത് നമുക്ക് 4 മാർക്കിനാണ്. അങ്ങനെയാണ് കുറച്ചും കൂടി 4 പോയിന്റിലേക്ക് ഉണ്ടാകണം. മിനിമം 4 പോയിന്റോ 5 പോയിന്റോ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നോക്ക്. അസ്ലം കി ദോനോ ഗുർദോം ഖരാബ് ദി, അസ്ലമിന്റെ 2 കിഡ്നി തകരാറായിരുന്നു. ബാബുജിക്കോ ദഫ്തർ പൗഞ്ചാക്കർ, ബാബുജിയെ ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് ലൗട്ടത്തെ സമയം തിരിച്ചു വരുമ്പോൾ രാസ്തേ പർ ഹി അസ്ലം കി മൃത്യു ഹുയി, വഴിയിൽ വെച്ച് അസ്ലമിന്റെ മരണം സംഭവിച്ചു. 2 പോയിന്റായി. ഇനി 2 പോയിന്റ് വേണം. ഡോക്ടർ ജി അസ്ലമിനെ ഗാഡി ചലാനെ സെ രോക്ക് ദിയാദ, വണ്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. 3ാമത്തെ പോയിന്റ്. ദവാ ഖരീദിനെ, മരുന്ന് വാങ്ങിക്കാനും ഓർ പരിവാർ ചലാനെ കെ ലിയെ, ഫാമിലിയെ നോക്കാൻ വേണ്ടിയിട്ട്, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉൻകെ സാമനെ ഓർ കോയി രാസ്ത നഹി ദേ, അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഓക്കെ, 4ാമത്തെ പോയിന്റ് വരും. വൈസേ ഗാഡി ചലാക്കെ, അങ്ങനെ വണ്ടി ഓടിച്ചോടിച്ച് ഉൻകാ മൃത്യു ഹുയി, അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കാനുണ്ടായത്. ഇങ്ങനെ വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ, റെസ്റ്റ് എടുക്കുകയായിരുന്നെങ്കിൽ, മരുന്നും കഴിച്ച് കുറച്ച് നടക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും മരണം സംഭവിക്കില്ലായിരുന്നു എന്നാണ്. ഓക്കെ, യെസ്. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യത്തിൽ നിന്ന് 4 മാർക്കിന്റെ ചോദ്യത്തിൽ വരുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് വന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഓക്കെ, യെസ്. അടുത്ത നമ്മളോട് ചോദിക്കുന്നത് 14ാമത്തെ ചോദ്യമാണ് മക്കളെ. നിമ്നലിഖിത ജീവൻ വൃത്ത് കെ ആധാർ പർ ആനന്ദ് ബക്ഷി പർ അനുച്ഛേദ് ലിഖി, ആനന്ദ ബക്ഷിയെ കുറിച്ചുള്ള അനുച്ഛേദം നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജയശങ്കർ പ്രസാദിക്ക് കേട്ടോ നമ്മള്. ഇവിടെ അനന്ത് ബക്ഷി എന്നുള്ളത് നമ്മൾ എന്താക്കണം, ജയശങ്കർ പ്രസാദ് എന്നാക്കണേ അല്ലേ. ജയശങ്കർ പ്രസാദ്, ഇതാണ് നമ്മൾ ആൻസർ ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതാം, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉത്തരം എങ്ങനെ ഇതാ നോക്ക്. ഈ പറഞ്ഞ പ്രൊഫൈലിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഫൈലിനെ നമ്മൾ ഒരു പാരഗ്രാഫ് ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ ഓരോന്നും നമ്മൾ വരികളാക്കി വെക്കുന്നു അല്ലേ. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ അല്ലേ രാജേഷ് ജോഷിനെ കുറിച്ചുള്ളത് നോക്കി. ഹിന്ദി സാഹിത്യക്കെ സർവശ്രേഷ്ഠ സാഹിത്യകാരോമേ പ്രമുഖേ ശ്രീ ജയശങ്കർ പ്രസാദ്, ഹിന്ദി സാഹിത്യത്തിലെ സർവശ്രേഷ്ഠ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായ ആളാണ് പ്രേംചന്ദ് ജയശങ്കർ പ്രസാദ്. ഉൻകാ ജന്മ, അദ്ദേഹത്തിന്റെ ജന്മം 30 जनवरी 1889 में उत्तर प्रदेश के वाराणसी में हुए थे.
നോക്ക് നിങ്ങൾ 30 ജനുവരി എന്നിട്ട് 1889 കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശും വാരാണസിയും കൊടുത്തിട്ടുണ്ട്. ഈ 2 വരിയും കൂടി നമ്മൾ ഒന്നാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയത്. 30 जनवरी 1889 ഉത്തർപ്രദേശ് കെ വാരാണസി മേ ഹുआ थी. അടുത്തത് ആസു, ചന്ദ്രഗുപ്ത്, ഛായ ആദി ഉൻകെ പ്രമുഖ രചന ഹേ. പ്രമുഖ ഛായാവാദി കവി കെ രൂപ में उनकी विशेषताएं है. ഏറ്റവും പ്രസിദ്ധനായ ഛായാവാദി കവി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഫേമസ് ആണ്. 14 जनवरी 1937 को उनको उनके मृत्यु हुई. അതായത് 1937 ജനുവരി മാസം 14 തീയതി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതേ സംഭവങ്ങളെ പാരഗ്രാഫായി ഇങ്ങനെ എഴുതുന്നതാണ്. എളുപ്പമാണ്. ഇനി വർഷം നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ എഴുതിയതുപോലെ എഴുതണമെന്നില്ല. ഇങ്ങനെ തന്നെ വർഷം ഏഡ് ചെയ്താലും മതി. നോ പ്രോബ്ലം. മാർക്ക് കുറയില്ല. ഓക്കെ ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം ഇതാണ്. 15ാമത്തെ ചോദ്യമാണ്. നിമ്നലിഖിത സംഗതോं के आधार पर വീർബൽ സിംഗ് के चरित्र पर टिप्पणी लिखी. വീർബൽ സിംഗിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ചെയ്താനാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. 4 മാർക്കാണ്. വീർബൽ സിംഗിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയാണ്. ജുലൂസ് നാട്യ രൂപാന്തരമേയും പ്രസ്തുത പാഠഭാഗമേ വീർബൽ സിംഗ് കാ ചരിത്ര ഖൽ നായക ഹേ. ജുലൂസ് എന്ന് പറയുന്ന നാടകത്തില് വീർബൽ സിംഗ് എന്താ പറയാ എതിർ കഥാപാത്രമാണ്. അതായത് പ്രതിപുരുഷനാണ്. ഖൽ നായകാണ്, വില്ലനാണ്. വീർബൽ സിംഗ് ദാരോഗാഹെ, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. जुलूस में निकले स्वतंत्रता सेनानियों को रोकने के लिए वह प्रयत्न करता है. ജാഥയിൽ പുറപ്പെട്ട സകല ഭാരതീയരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ തല്ലാൻ വേണ്ടിയും അടിക്കാൻ വേണ്ടിയും അദ്ദേഹം പ്രയത്നിക്കുന്നു. അംഗ്രേസോ കാ ആജ്ഞാനുവർത്തി ബൻകർ, ഇംഗ്ലീഷുകാരുടെ ഓർഡർ അനുസരിക്കുന്ന സ്വതന്ത്രതാ സേനാനിയോക്കോ ഇംഗ്ലീഷുകാരുടെ ഓർഡർ അനുസരിച്ചുകൊണ്ട് സ്വതന്ത്രതാ സേനാനിയോക്കോ ബഡി ക്രൂരത സേവ മാർത്തെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ വളരെ ക്രൂരമായിട്ട് അദ്ദേഹം അടിക്കുന്നു. വ ഏക് നിർദ്ദയ ദാരോഗാഹെ, അദ്ദേഹം ഒരു ക്രൂരനായ പോലീസ് ഓഫീസറാണ്. ജുലൂസ് കാ നേതാ ഇബ്രാഹിം അലി കെ ഊപ്പർ, ജുലൂസിന്റെ ജാഥയുടെ നേതാവായ ഇബ്രാഹിം അലിയുടെ മേലേക്ക് വീർബൽ സിംഗ് ഗോഡെ കോ ചടാത്തെ, അദ്ദേഹം കുതിരയെ ഓടിച്ച് കയറ്റുന്നുണ്ട്. സ്വരാജിയോ കെ അഭിപ്രായമേ, നമ്മുടെ ഇന്ത്യക്കാരായ ആളുകളുടെ അഭിപ്രായത്തിൽ വീർബൽ സിംഗ് ജല്ലാദ് ദാരോഗാഹെ, അദ്ദേഹം ജല്ലാദാണ്, ക്രൂരനായ ദാരോഗാഹെ ഓഫീസറാണ്. അംഗ്രേസോ കാ പിട്ടുഹെ, ഇംഗ്ലീഷുകാരുടെ ചിരിപ്പ് നക്കിയാണ്. വീർബൽ സിംഗ് കാ ചരിത്ര ഇത്തന നീച്ചെ ഹോനെ പർ ബി, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച്. പക്ഷെ എന്നിട്ടും അദ്ദേഹം കഥയുടെ അവസാനം എന്ത് സംഭവിക്കുന്നു, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിലും കഥയുടെ അവസാനം എങ്ങനെ സംഭവിക്കുന്നു, നാടകത്തിന്റെ കുറഞ്ഞ ഭാഗമേ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളൂ. വീർബൽ സിംഗ് കാ ചരിത്ര, വീർബൽ സിംഗിന്റെ സ്വഭാവം ഇത്തന നീച്ചോ ഹോനെ പർ ബി, ഇത്രയും ക്രൂരവും നീചവുമാണെങ്കിൽ പോലും അന്തമേ അപ്പനെ ദേശപ്രേമി ദേശദ്രോഹി കർമ്മം പർ പശ്ചാത്തയെ, അവസാനം അദ്ദേഹം താൻ രാജ്യദ്രോഹപരമായി ചെയ്യുന്ന തെറ്റിന് അദ്ദേഹം പശ്ചാത്തപിക്കുന്നു. ഓർ സച്ചാ ദേശഭക്തി ബഞ്ചാത്തെ, ഏറ്റവും നല്ല ദേശഭക്തനായി മാറുകയും ചെയ്യുന്നു. കാരണം ഇബ്രാഹിം അലി മരണപ്പെട്ടു പോകുന്നുണ്ട്. പാഠത്തിൽ അതില്ല, പിന്നീടുള്ള തുടർ കഥയിൽ അതുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന് മാനസാന്തരമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു ദേശഭക്തനായി മാറുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ചോദിക്കുന്നത് നിമ്നലിഖിത കവിതാംശ ടിപ്പണിയിലേക്ക് സിഹർ ഭരി കാമത്തി ആവേങ്കി മലയാളം की लहरें ചുംബൻ ലേക്കർ और ജഗാക്കർ മാനസ് നയൻ നളിൻകു. അതായത് നമ്മളെ മധുരതു എന്ന് പറഞ്ഞ കവിതയിലെ വരി തന്നെയാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ കവിതയിലെ എസ്സേ ഭാഗങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഇവിടേക്ക് നമുക്കുള്ള വരികൾ സ്വാഭാവികമായിട്ടും എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പറയേണ്ടത് 17ാമത്തേതാണ്. സഹി മിലാൻ കർക്കയിലേക്ക്, ശരിയായ മിലാൻ കർക്കയിലേക്ക് മാച്ച് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം നോക്കി, സിമ്പിൾ ആണ്. നോക്കൂ മക്കളെ, ഒന്നാമത്തത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നു അന്ധകാർക്ക റിക്ഷേവാലെ വീർബൽ സിംഗ് സ്വതന്ത്രതാ സേനാനി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റൈറ്റ് സൈഡില് അനാബ് ഷനാബ് പൈസ മാങ്തേ ജലദി ലാങ് കർ ആവേങ്കി നാരേ ലഗാ രഹാ ഹെ ബഡാ ജല്ലാദ് എന്നാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് അന്ധകാർ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒന്നാമത്തെ നോക്കുന്നത് അന്ധകാർ നോക്കി, അന്ധകാർ ഇങ്ങനെയാണ് വരിക. അന്ധകാർ ജലദി ലാങ്കക്കറാവേങ്കി കവിതയുടെ അകത്തുള്ളതാണ്, മധുരദു എന്ന കവിതയുടെ അകത്ത്. ഇനി റിക്ഷാവാലെ എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അനാബ് ഷനാബ് പൈസ മാങ്തേ ഹെ, റിക്ഷക്കാരൻ പൈസ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്. ഇനി വീർബൽ സിംഗ് ആണെങ്കിൽ വീർബൽ സിംഗ് ബഡാ ജല്ലാദ് ഹെ, വലിയ ക്രൂരനാണ്. അടുത്ത സ്വാതന്ത്ര്യ സേനാനി നാരേ ലഗാരെ ഹെ, മുദ്രാവാക്യം വിളിക്കുന്നു. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം ഇങ്ങനെയാ മക്കളെ. ഒരു പാരഗ്രാഫ് തീർന്നു. ആദ്യം ഇങ്ങനെയാണ്. ഇതാണ് ആ ചോദ്യം. നിമ്നലിഖിത ഗദ്യ കണ്ട് പടേ, താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിക്കൂ. और प्रश्न 18 से 19 तक के उत्तर लिखे. 18 മുതൽ 19 വരെ ചോദ്യം ഉത്തരം, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. एक बार की उनकी इच्छा हुई, ഒരിക്കൽ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി, कि रिक्शा से उधर चले गए, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നാലോ എന്ന്. അകലെ ഹി ക്ഷൺ, അടുത്ത നിമിഷം തന്നെ ഉസ്നെ ഖുദ് കോ സമച്ചായ, അദ്ദേഹത്തിന് സ്വയം തന്നെ മനസ്സ് ബോധ്യപ്പെടുത്തി കൊടുത്തു. രോജ് കാം അമല ഹൈ, ഇത് നമുക്ക് ഡെയിലി പോകാൻ വരാനുള്ള പരിപാടിയാണ്. കബ് തക്
ഉത്തരാ രഹേഗ, എത്ര കാലം ഇങ്ങനെ ഇറങ്ങി കൊടുക്കും. യേ ലോഗ് നാടക ബി ഖൂബ് കർത്തേലത്തെ, ഇവർ ഒരുപാട് നാടകം അഭിനയിക്കുന്നവരാണ് ഇവരൊക്കെ. ഇസ്കെ സാത്ത് ഹംദർദി ജതാന ബേവ്കൂഫ് യോഗി, കാശും കൊടുത്ത് അവരോട് ദയ കാണിച്ചാൽ അവർ നമ്മളെ ചൂഷണം ചെയ്യുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ചോദ്യം ഇതാണ് മക്കളെ, ചോദ്യം 18. ഇതാണ് ആ ചോദ്യം. യാത്രിക്കോ കിസ്കി ഇച്ഛാ ഹുയി, യാത്രക്കാരന് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ പെട്ടെന്ന് ആഗ്രഹം എന്താണെന്ന് തോന്നിയത്? ഇച്ഛ. ഗാഡി സെ ഉദർനേക്ക് ഇച്ഛാ ഹുയി, വണ്ടിയിൽ നിന്ന് ഇദ്ദേഹം കിതച്ചുകൊണ്ട് കയറ്റം കയറി പോകുന്നവരും ഇറങ്ങിയാലോ എന്നൊരു ചിന്ത വന്നു. ഓക്കെ, അടുത്തത് 19-ാം ചോദ്യം. ഉപയുക്ത ഗദ്യ കണ്ടുക സംക്ഷേപകരി, അതായത് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിനെ നിങ്ങൾ 3-1 ചുരുക്കിയതാണ്. 6 മാർക്കാണ് നമുക്ക് ഇതിനെ ചെയ്യുമ്പോൾ കിട്ടുക. 6 മാർക്ക്. ഒന്നും എഴുതാനില്ല, യുക്തിപൂർവ്വം ചുരുക്കുകയാണ് വേണ്ടത്. അപ്പൊ അവിടെ നോക്ക്, നമ്മൾ ഇങ്ങനെ ചുരുക്കുന്നു. ഗാഡിസെ ഉദർനെ ഇച്ഛാ ഹുയിദി, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പോയിന്റ്. 2-ാമത്തെ പോയിന്റിൽ അവസാനിപ്പിക്കണം. ലേക്കിൻ ഉൻകോ ലഗാക്കി, അദ്ദേഹത്തിന് തോന്നി, ഇൻകെ സാത്ത് ഹംദർദി ജതാന, ഇവരോട് കാരുണ്യം കാണിക്കുന്നത് ബേവ്കൂഫ് യോഗി, ഇഡിത്തരമാകുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവരോട് ദയ കാണിക്കുന്നത് തെറ്റാണ്. ഇങ്ങനെ എഴുതിച്ചോ. ഓക്കെ മക്കളെ, യെസ്. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് 20. നോക്ക്, ബി സെ നോക്ക് 21 तक के प्रश्न को उत्तर लिखिए. 20 മുതൽ 22 तक के प्रश्न को उत्तर लिखिए. 20 മുതൽ 22 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. അസ്ലം की मृत्यु का समाचार अखबार में आया, അല്ലേ? നമ്മളെ റിക്ഷക്കാരനായ അസ്ലം, അല്ലേ? അസ്ലം എന്തായി? മരണം സംഭവിച്ചു. വ സമാചാർ തയ്യാർ കരേ, അദ്ദേഹത്തിന്റെ വാർത്ത തയ്യാറാക്കാൻ. അസ്ലം റിക്ഷക്കാരനാണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു അസ്ലമൻ റിക്ഷക്കാരനാണ്, അദ്ദേഹം റിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയി. ഓക്കെ, അദ്ദേഹം നമ്മള് ഷഹീദ് ഓകെ, ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായി, ഒരു പാവപ്പെട്ട തൊഴിലാളികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, അദ്ദേഹം രക്തസാക്ഷിയായി മാറുകയാണ്. എന്തെന്ന്, ഈ തൊഴിലെടുക്കുന്ന മേഖലയിൽ. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ, രക്തസാക്ഷി എന്ന പ്രയോഗം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അസ്ലം നമുക്ക് എന്ത് ചെയ്താം അവിടെ, 1 മിനിറ്റ്, അങ്ങനെ എഴുതാം. നമ്മൾ ഇങ്ങനെ എഴുതാം. നമുക്ക് നോക്കിയേ, ഇങ്ങനെ എഴുതാം. റിക്ഷാവാല असलम की मृत्यु हुई, റിക്ഷക്കാരനായ അസ്ലമിന്റെ മരണം സംഭവിച്ചു എന്ന് ഒരു ഹെഡിങ്, പത്രവാർത്തയാണ്. എന്നിട്ട് നമ്മൾ എഴുതണം ദില്ലി അല്ലെങ്കിൽ ഡൽഹിയിലെ സംഭവം നടക്കുന്നു വിചാരിച്ചോ, ഇത് 2 കുത്തുക. അതായത് ആദ്യം നമ്മൾ സ്ഥലം എഴുതണം, എന്നിട്ട് എഴുതണം, എന്നിട്ട് ആജ് അല്ലെങ്കിൽ കൽ दिल्ली के सड़क पर गाड़ी चलाने वाला असलम नामक एक आदमी था, वह उसका गुर्दों में खराब दी, उसने गाड़ी चलाते चलाते कल उसका मृत्यु हो गया, रास्ते से उनका मृत्यु हो गया. लोगों ने बचाने के लिए बहुत प्रयत्न किया, लेकिन वो उनका जान बचाने नहीं हो पाया. बहुत गरीब परिवार का आदमी है, उसका बीवी और 2 बच्चे हैं. लोग उनको सहायता करने के लिए एक कमेटी बना दिया है. बहुत लोगों का ऐसे कष्ट होकर दिल्ली के सड़क पर रिक्शा चलाते रहते हैं എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. നിങ്ങളേതായ ഒരു ഭാഷയിൽ വാർത്ത എഴുതിയാൽ ആദ്യം നമ്മളൊരു ഹെഡിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിർബന്ധം. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ച് അവനവന്റെ അതായ അർത്ഥത്തിൽ നമ്മൾ പാഠത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു, ആ കാര്യങ്ങൾ വെച്ചൊരു വരി എഴുതിച്ചത് പത്രവാർത്ത. ഓക്കെ, യെസ്. അടുത്ത നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് മക്കളെ, ഇതാണ്. മാൻലേ ആപ്കെ സ്കൂൾ മേ, മാൻലേ മനസ്സിലാക്കൂ, ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ, ആപ്കെ സ്കൂൾ മേ ഹിന്ദി ദിവസ് മനാനേക്കാ നിശ്ചയ ഹുവ, ഹിന്ദി ദിവസം കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇസ്കാ സൂചന ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാറാക്കി, അതിന് സൂചന നൽകുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
14 सितंबर हिंदी दिवस എന്നിട്ട് ഹിന്ദി ദിവസ് സമാരോഹ് ജയ് ഹിന്ദി ജയ് ഭാരത് ഹിന്ദി പ്രതിയോഗിതായും ഉദ്ഘാടക ഡോക്ടർ പ്രേമാനന്ദ് GHSS തിരുവനന്തപുരം 14 दिसंबर സവേരെ 10 बजे സബ്കാ സ്വാഗത് ഹിന്ദി സാഹിത്യ സംഘ് GHS തിരുവനന്തപുരം. അതായത് നമ്മൾ എന്താണ് 14 സിതംബർ ഹിന്ദി ദിവസ് ആണ്, ഹിന്ദി ദിവസ് സമാരോഹ് നെഡിങ് കൊടുത്തു, ജയ് ഹിന്ദി ജയ് ഭാരത് എന്ന് അതും പോയി മുദ്രാവാക്യം. പിന്നെ ഹിന്ദി പ്രതിയോഗിതയും അന്ന് നടക്കുന്ന ഹിന്ദി മത്സരങ്ങൾ എന്തൊക്കെയാണ്? ഹിന്ദി പ്രതിയോഗിതായി ഹിന്ദി മത്സരങ്ങൾ നടക്കുന്നു. ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഡോക്ടർ പ്രേമാനന്ദാണ്. GHS തിരുവനന്തപുരം എന്ന് പറയുന്ന കോളേജിലാണ്, സ്കൂളിലാണ്. 14 സിതംബർ സവേരെ 10 ബജെ സെപ്റ്റംബർ മാസം 14 തീയതിയാണ്, 10 മണിക്കാണ്. സബ്കാ സ്വാഗത് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് ഹിന്ദി സാഹിത്യ സംഘ് സ്കൂളിലുള്ള സാഹിത്യ ക്ലബാണ് ആ സ്കൂളിന്റെ സ്ഥലത്തിന്റെ പേര്. ഇത്രയും എഴുതി വെച്ചാൽ സ്കൂളിൽ വെക്കുന്ന ഒരു പോസ്റ്ററാണ്, നിങ്ങൾക്ക് 6 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ മക്കളെ, യെസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്ക്. ഇങ്ങനെയാണ്, स्वतंत्रता सेनानियों के जुलूस के बारे में बीरबल सिंह ने अपनी डायरी में लिखा. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജാഥയെ കുറിച്ച് ബീർബൽ സിംഗ് ഒരു ഡയറി എഴുതി. ഡയറി കാ വ അംശ കൽപ്പന കർക്കി ലിഖി. ആ ഡയറിയുടെ ഭാവന ഇതാണ്. പാഠവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച സമ്മറിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മിനിമം നിങ്ങൾ ഒരു 8 വരിയെങ്കിലും എഴുതാൻ കഴിയണം. ഡയറി എഴുതുന്ന സമയത്ത് ആദ്യം താരിഖ് നിങ്ങൾ എഴുതണം, എന്നിട്ട് ഡേറ്റ് എഴുതണം എന്നില്ല, താരിഖ് എന്ന് മെൻഷൻ ചെയ്യണം. ആജിക്കാ ദിൻ മേ ഭൂൽ നഹീ സക്താ, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബീർബൽ സിംഗ് എന്ത് ചെയ്ത് ആ കാര്യങ്ങൾ മുഴുവൻ എതിരെ ലാത്തി ചാർജ് ചെയ്തതും ഇബ്രാഹിം അലി അടിച്ചതും, ഞാൻ ബ്രിട്ടീഷുകാരുടെ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ഇന്ത്യക്കാർ അടിച്ചതിൽ എനിക്ക് ആത്മസംഘർഷം ഉണ്ടാകുന്നുണ്ട്. ആജ് മനക്കോ ബഹുത്ത് ദുഃഖി ഹുക ലേക്കിൻ മേ ക്യാ കരൂ, മേ പോലീസ് ഓഫീസർക്കും ബ്രിട്ടീഷ് ലോകവും का हुकुम मानना, അവരുടെ ആജ്ഞ പാലിക്കുക മേരാ ദായിത്വ ഹെ, എന്റെ ഉത്തരവാദിത്തമാണ്. ഉസ്കെ സമാൻ പോലീസും ഓർഡർ ദേന, അതനുസരിച്ച് പോലീസുകാർക്ക് ഓർഡർ തരിക, വി മേരാ ദായിത്വ, അതും എന്റെ ഉത്തരവാദിത്തമാണ്. ലേക്കിൻ മേരെ ഭായ് ബഹനോക്കോ അല്ലെങ്കിൽ മേരെ ഭായ് ഭായിയോക്കോ, എന്റെ സഹോദര സഹോദരങ്ങളെ ഐസെ മാർത്തെ സമയം അങ്ങനെ അടിക്കുന്ന സമയത്ത് മേരെ മൻമേ ബോത്ത് വേദന ഹോത്താഹെ, എന്റെ മനസ്സിൽ വലിയ വേദന ഉണ്ട്. ലേക്കിൻ ഉൻ ലോഗോ കെ മൻമേ, അവരുടെ മനസ്സിൽ മേരെ തരവ് മേ एक क्रूर आदमी जैसे देख रहा है, ഞാനൊരു ക്രൂരനായ മനുഷ്യനെ പോലെ നോക്കുന്നു. അസ്ലിമേ മേ മേരാ കാം കർ റഹാ ഹൂം, ഞാൻ എന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേക്കിൻ ഐസെ ആകെ ജായേഗാ തോ, ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അധിക സമയം पर കൂടുതൽ സമയം മുझे എനിക്ക് ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ के रूप में ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ രൂപത്തിൽ കാം കർ നഹീ സക്തേ, ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധ്യമാകുകയില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് എഴുതാം. ഇതാണ് ആ ഡയറി. അപ്പൊ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്. നോക്ക് 23 से 25 तक के प्रश्नों के से किन्हीं 2 प्रश्नों को उत्तर लिखिए. 23-25 ചോദ്യങ്ങൾ 2 ഉത്തരം ഇതാണ്. ബാസാർ में नया मोबाइल फोन आया है, ഒരു മാർക്കറ്റിൽ പുതിയ മൊബൈൽ ഫോൺ വന്നിരിക്കുന്നു. इसके लिए विज्ञापन तैयार कीजिए, അതിനുവേണ്ടി ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാൻ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. നോക്ക്, വിജ്ഞാപൻ. ഇവിടെ നമ്മൾ വിജ്ഞാപനാണ്. പോസ്റ്ററും വിജ്ഞാപനം നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ, വിജ്ഞാപനത്തിൽ നമ്മൾ സാധനത്തിനെ, ഒരു വസ്തു, ഒരു ഇലക്ട്രോണിക് ഉൽപ്പന്നം, എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റിലേക്ക് വിപണിയിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രചാരണത്തിന് വേണ്ടി ഇറക്കുന്നതാണ് വിജ്ഞാപൻ. എന്നാൽ നമ്മളൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കാൻ വേണ്ടി നടത്തുന്നതാണ് പോസ്റ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്ക്, ഒരു വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മൾ വിജ്ഞാപനം എഴുതിയതിനു ശേഷം ഇവിടെ നമ്മൾ വസ്തുവിന്റെ ചിത്രം, പേനയോ സൈക്കിളോ മൊബൈലോ വാഷിംഗ് മെഷീനോ എന്തെങ്കിലുമൊക്കെയാണ് പറയാ, അല്ലെങ്കിൽ എയർ ഓയിലോ ഒക്കെയാണ് തരിക. അതിനൊരു ചിത്രം പോലെ വരയ്ക്കുക. ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചിത്രമെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ചിത്രമെങ്കിലും എഴുതി വെക്കുക. അത് ചിത്രം അനിവാര്യമാണ് പോസ്റ്ററിന്റെ ബ്രോഷറിന്റെ അകത്ത്, വിജ്ഞാപനത്തിന്റെ അകത്ത്. എന്നിട്ട് അബ് ആയെ, ഇപ്പോൾ വരൂ, നയാ മൊബൈൽ ഫോൺ, പുതിയ മൊബൈൽ ഫോൺ, റിംഗ് ടോൺ കമ്പനി की ओर से, ഒരു കമ്പനിയുടെ പേര് നമ്മൾ കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പനിയുടെ പേര് കൊടുത്താൽ ആ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. ജൽദി ഖരീദ് ലീജിയെ, പെട്ടെന്ന് വാങ്ങാൻ. 5 GB മെമ്മറി മുഫ്ത്, 5 GB മെമ്മറി ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ 14,500, 14,500 രൂപയാണ് വില വരുന്നത്. 1.5 साल की വാറണ്ടി, അല്ലേ, 1.5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്. അബ് ലംബേ സമയ തക്ക് ചലനെ വാലി ബാറ്ററി, ദീർഘനേരം കുറെ കാലത്ത് ലോങ് ടൈമിലേക്ക് നിൽക്കുന്ന ബാറ്ററിയാണ്. പിന്നെയോ ക്രിസ്റ്റൽ സ്പഷ്ട പ്രദർശൻ, ഏറ്റവും നല്ല ഡിസ്പ്ലേ ആണ്. 108 പിക്സൽ ക്യാമറ, 108 പിക്സൽ ക്യാമറയാണ്. സമ്പർക്ക് ബന്ധപ്പെടാൻ വേണ്ടി ഫോൺ എന്നിട്ട് ഇമെയിൽ ഇങ്ങനെ എഴുതിച്ചാൽ മതി. ഇത്ര എഴുതിയാൽ നമുക്ക് എന്തായി, വിജ്ഞാപനായി. ഓക്കെ, എന്ത് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ എഴുതാൻ പോകേണ്ടത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് പഠിക്കേണ്ട 24-ാം ചോദ്യമാണ്. പ്രകൃതിക്ക് പ്രകോപം സെ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ലോകോക്കോ ബച്ചാനെ കെ ലിയെ, പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ക്യാ കഥം ഉടായേ ഹെ, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തത്. ഈ സംബന്ധമേ ജാൻകാരി പാനെ കെ ലിയെ, ഇതിനെക്കുറിച്ച് വിവരം കിട്ടാൻ വേണ്ടി സാർവജനിക സൂചന അധികാരി ഗൃഹ മന്ത്രാലയ കേരള സർക്കാർ के नाम सूचना अधिकार पत्र तैयार कीजिए. सार्वजनिक सूचना अधिकारी गृह मंत्रालय
അതായത് ഗൃഹമന്ത്രാലയത്തിലെ വിവരാവകാശ ഓഫീസർക്ക് നമുക്ക് വിവരം കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു വിവരാവകാശ രേഖ തയ്യാറാക്കാനാണ് ചോദിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇത് വെള്ള പേപ്പർ എടുത്തു, 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു. സേവാമയം സാർവജനിക സൂചനാധികാരി അല്ലെ, സാർവജനിക സൂചനാധികാരി എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ആരാണ്? ഗൃഹമന്ത്രാലയം അല്ലെ. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് മക്കളെ, ഗൃഹമന്ത്രാലയം അല്ലെ, ഗൃഹമന്ത്രാലയം അല്ലെ, ഗൃഹമന്ത്രാലയം കേരള സർക്കാർ, ഗൃഹമന്ത്രാലയം കേരള സർക്കാർ എന്നാണ് എഴുതേണ്ടത്. എന്നിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അതിന് ആൻസർ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. നോക്കൂ, ഒന്ന് ആവേദക നാം, അപേക്ഷകന്റെ പേര്, ആവേദക നാം മനോജ് കുമാർ. ഓക്കെ. അടുത്ത ടാഗ് കാ പൂരാ പദ, തപാലിന്റെ മുഴുവൻ അഡ്രസ് താരാവിഹാർ പാലക്കാട്. ഇപ്പൊ മനോജ് കുമാർ താരാവിഹാർ പാലക്കാട് എന്നാണ് അഡ്രസ്. സൂചന കാ വിഷയം എന്താണ്? പ്രകൃതി പ്രകോപം സേ സംബന്ധി ജാൻകാരി പാനെ കെ ലിയെ, പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട അറിവ് നേടുന്നതിന് വേണ്ടി. നാലാമത്തത് മാങ്കി ഗൈ സൂചന കാ വിവരം, എനിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, ചോദ്യങ്ങൾ ഇതാണ്. 3 1 2 3. അബ് തക് കി പ്രകൃതി പ്രകോപം സേ, ഇപ്പോൾ വരെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ലോകോങ്കോ ജനങ്ങളെ ബച്ചാനെ കെ ലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ക്യാ ക്യാ കദം ഉഠായേ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്തത്. 2 കിത്തനെ ലോഗ് അബ് സുരക്ഷിത സ്ഥാൻ പർ ക്യാമ്പ് മേ രഹത്തെ ഹേ, കിത്തനെ ലോഗ് എത്രമാത്രം ആളുകളാണ് അബ് സുരക്ഷിത സ്ഥാൻ പർ, ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലത്ത്, യാ അല്ലെങ്കിൽ ക്യാമ്പ് മേ രഹത്തെ, ക്യാമ്പിൽ താമസിക്കുന്ന എത്ര പേരുണ്ട്. 3 കിത്തനെ ലോഗോ കി ജാൻ നഷ്ട ഹുയെ, എത്ര ആളുകളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോ 5 സൂചന ടാക് യാ ദസ്തീമേം, അതിനുള്ള ഉത്തരം തപാൽ വഴി വേണോ കയ്യിൽ നേരിട്ട് വേണോ? ടാക് ദ്വാര, തപാൽ വഴി മതി. ഇത്രയും പോയിന്റ് നമ്മൾ എഴുതണം. ഹസ്താക്ഷർ മനോജ് കുമാർ, എറണാകുളം എന്നിട്ട് ഡേറ്റും എഴുതി വെക്കുന്നു. ഓക്കെ. ഇങ്ങനെയാണ് ഒരു വിവരാവകാശ പ്രകാരം ലെറ്റർ നിങ്ങൾ തയ്യാറാക്കുന്നത്. ഈ ഒരു ഫോർമാറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കുകൾ കൂടുതൽ കിട്ടുന്നതിന് സാധ്യതകളുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായി 1 2 3 4 പോയിന്റ് ഇട്ടിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്നത്. ഓക്കെ. യെസ്. അടുത്ത നമ്മൾ ചോദിക്കുന്നത് 25ാമത്തെ അവസാനത്തെ ചോദ്യമാണ്. മാനവ് മേ മനുഷ്യതാ ഹോ വിഷയ പർ നിബന്ധ കരേം, മനുഷ്യനിലെ മനുഷ്യത്വത്തെ കുറിച്ച് വിഷയ പർ നിബന്ധ തയ്യാറാക്കരുത്, ഒരു ലേഖനം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 8 മാർക്കാണ്. നമ്മൾ 2 എഴുതിയാൽ മതി. മാനവ് മേ മനുഷ്യത എന്ന ഹെഡിങ് എഴുതിയിട്ട്, മാനവ് ഏക് ജാൻവർ ഹേ, മനുഷ്യൻ ഒരു മൃഗമാണ്. ലേക്കിൻ ദൂസരെ ജാൻവറോ സേ അലഗ് ഹേ, മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓക്കെ. നമ്മളിങ്ങനെ ഭൂക്ക് കെ സാമനെ, വിശപ്പിന് മുൻപിൽ ജാൻവർ ഓർ മാനവ് സമാൻ ഹേ, മനുഷ്യനും മൃഗവും തമ്മിൽ സമാനമാണ്. ലേക്കിൻ ഏക് ഫൂൽ കെ സാമനെ, ഒരു പൂവിന്റെ മുൻപിൽ ഏക് ജാൻവർ ഏക് മാനവ് ഏക് സമാന ഹി, ഒരു മൃഗവും മനുഷ്യനും ഒരുപോലെയല്ല. ഉസ്കോ ഭാവന ബോത്ത് ഹോത്തി ഹേ, അപ്പൊ അവന് ഒരുപാട് ഭാവനകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മാനവികതയെ കുറിച്ച്, ദൂസരോं का दर्द अपना दर्द समझकर दूसरों को सहाय करना मनुष्य का सबसे बड़ा महत्व है, മറ്റുള്ളവന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി ചിന്തിച്ച് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യലൊക്കെയാണ് മനുഷ്യന്റെ പ്രധാനമായ ലക്ഷണങ്ങളിൽ ഒന്ന്. ഓക്കെ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം തന്നെ മിനിമം നിങ്ങൾ ഒരു 12 വരിയെങ്കിലും എഴുതി വെക്കുക. 8 വരി ഉണ്ടെങ്കിൽ മാർക്ക് റെഡിയാണ്, പക്ഷെ 12 വരിയെങ്കിലും എഴുതി വെക്കുക. ഇതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാനവമേ മനുഷ്യത, മനുഷ്യനിലെ മനുഷ്യത്തെ കുറിച്ച് എഴുതാനുള്ളത്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതിപ്പോരുന്നത്. ഇത് നമ്മളൊരു ചെറു വിവരണം, ആൻസർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചെറു ഐഡിയ ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ ഗംഭീരമായിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുക. കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടക്കുക. വരുന്ന ആളുകളുടെ പരീക്ഷകൾ നമുക്ക് മുഴുവൻ മാർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും സൈലത്തെ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നിവിടെ നമുക്ക് അവസാനിക്കാം. ബൈ.